പരിശുദ്ധമായ അറഫ രാവും പകലും ഒക്കെ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ വളരെ ചെറിയൊരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വളരെ ചെറിയൊരു സ്വലാത്താണ്. അത്ഭുതങ്ങളുടെ കലവറയായ, രഹസ്യങ്ങളുടെ കലവറയായ ഒരു സ്വലാത്ത്. ഈ സ്വലാത്ത് മനസ്സറിഞ്ഞൊരു 10 തവണ ചൊല്ലിയാൽ നിങ്ങൾ അതിസമ്പന്നരാകും. കാരണം സമ്പത്തിൻ്റെ ഉടമ അള്ളാഹുവാണ്. ഈ സ്വലാത്ത് ചൊല്ലുന്നവരെ അള്ളാഹു ദരിദ്രനാക്കൂല, അള്ളാഹു അങ്ങ് ചേർത്തു പിടിക്കും. ഏതാണ് ആ സ്വലാത്ത്? പഠിക്കണ്ടേ നമുക്ക്? മറ്റ് ദിക്റുകളും അറഫ രാവിലും പകലിലും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയണം. തർവിയാരാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യം വേണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ അറഫ രാവും പകലും ഒക്കെ നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഹജ്ജാജിമാർക്ക് ഇന്ന് അറഫയുടെ രാവാണ്. നമുക്കിന്ന് തർവിയ രാവാണ്. നമുക്ക് നാളെയാണ് അറഫയുടെ രാവ്. അറഫയുടെ രാവും പകലും മനോഹരമാക്കാൻ ഒരുപാട് ദിക്റുകളും ദുആകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അത്ഭുതങ്ങളുടെ കലവറയാണ്. ശരിക്കും അത്ഭുതം തന്നെയാണ്. രഹസ്യങ്ങളുടെ താക്കോലാണ് ഈ സ്വലാത്ത്. അത്രമേൽ മനോഹരമായൊരു സ്വലാത്ത് നമുക്കൊന്ന് പഠിക്കാം. ഈ സ്വലാത്ത് നിങ്ങൾ പഠിച്ചാൽ ഉറപ്പിച്ചോ, ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്കൊരിക്കലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല. അതിസമ്പന്നനായ, ഏറ്റവും വലിയ സമ്പന്നനായ അള്ളാഹു നിങ്ങളെ സമ്പന്നനാക്കും. നിങ്ങൾ സമ്പന്നതയുടെ പേരിൽ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും കരയൂല. ആ സ്വലാത്തിലേക്കൊക്കെ നമുക്ക് വരാം ഇല്ലേ? അറഫാ ദിനത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്താണ്? അള്ളാഹു റബ്ബുൽ ആലമീൻ 4 മാസങ്ങളെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട്. അതിലൊരു മാസമാണ് ദുൽഹജ്ജ്. ആ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ ഏറെ മഹത്തരമാണ്. ആ ആദ്യത്തെ 10ൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുൽഹജ്ജ് 9ൻ്റെ ദിനം, അതാണ് അറഫയുടെ ദിനം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് അറഫയുടേതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പരിഗണിച്ചില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ വിഡ്ഢികളാരാണ്? അള്ള പറയൂലേ, മലക്കുകളെ എന്നെ പ്രതീക്ഷിച്ച് ഈ അറഫാ ദിനത്തിൽ എന്നോട് ചോദിക്കുന്ന എൻ്റെ അടിമകൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പോൾ മലക്കുകൾ ചോദിക്കും, പടച്ചോനെ അതിൽ പാപികളായ ആളുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പ്രശ്നമല്ല, ഞാനവർക്ക് പുറത്തു കൊടുത്തു എന്ന് അള്ളാഹു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിനെ കരയിപ്പിക്കണം. കാരണം നമ്മൾ ജനിച്ചത് മുതൽ ഈ നിമിഷം വരെ ചെയ്ത തെറ്റുകൾ മുഴുവൻ അള്ളാഹ് പുറത്തു തരാൻ നിൽക്കുകയാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട തെറ്റുകൾ പടച്ചോൻ പുറത്തു തരുമ്പോൾ പിശാച് ഇങ്ങനെ അലറിക്കരയും. നമ്മുടെ പാപങ്ങളൊക്കെ പടച്ചോൻ പൊറുക്കണത് കണ്ടിട്ട് പിശാച് കരയണം വേണ്ടേ? അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ ഈ പുണ്യമൊക്കെ അറഫയിൽ നിൽക്കുന്ന ഹജ്ജാജിമാർക്ക് മാത്രമാണോ നബിയെ? അല്ല, ഈ അറഫാ ദിനത്തിൽ, അറഫയുടെ ദിവസം ലോകത്തെവിടെ നിന്നും അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്നവർക്ക് അള്ളാഹു ഈ പുണ്യം കൊടുക്കും, നരകമോചനം വാരിക്കോരി കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേ ദിക്റുകളൊക്കെ അല്ലേ? ഒരു ദിക്ർ നിങ്ങൾ ഓർക്കുന്നില്ലേ? അനവൻ നബിയ്യൂന മിൻ ഖബലി, ഞാനും എനിക്ക് മുമ്പ് വന്ന മുഴുവൻ പ്രവാചകന്മാരും പതിവാക്കിയ പ്രാർത്ഥന അറഫയിൽ അധികരിപ്പിക്കണമെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൻ്റെ ആശയമൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് അല്ലാതെ ആരുമില്ല അല്ലേ? വഹദ, അവനേകനാണ്. ലാ ശരീക ല, അവനൊരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്ക്, സർവാധിപത്യം അവനാണ്, എല്ലാ ആധിപത്യവും അവനാണ്. വലഹുൽ ഹംദ്, സ്തുതി മുഴുവൻ അവന് മാത്രമാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. അങ്ങനെയുള്ള റബ്ബിൻ്റെ അടിമയാണെന്നുള്ള ബോധ്യത്തിൽ വേണം ഈ ദിക്റുകൾ ചൊല്ലാൻ. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഈ പരിശുദ്ധമായ അറഫാ ദിനത്തിൽ നാവും നോട്ടവും കേൾവിയും ആരെങ്കിലും സൂക്ഷിച്ചാൽ ഊഫിറല, അവന് പൊറുക്കപ്പെട്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവ് സൂക്ഷിക്കണം. ഹറാമായി ഒന്നും വരരുത്. വെറുതെ നോമ്പ് പിടിച്ചുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല അല്ലേ? ഹറാമായ ഒരു സംഗതിയും കടന്നു വരാൻ പാടില്ല. അതിൽ വളരെയധികം സൂക്ഷിക്കണം. മനസ്സിലായി? ചെവിയിൽ ഹറാമ് കേൾക്കാൻ പാടില്ല, ഹറാമിലേക്ക് നോക്കാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ പരിപൂർണമായി അറഫാ ദിനത്തെ സൂക്ഷിക്കുന്ന പാപം പൊറുക്കപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഗസാലി ഇമാമൊക്കെ പറയുന്നുണ്ട്, അള്ളാഹ് വെറുക്കുന്ന ഒരു വിഭാഗം ഉണ്ട് കേട്ടോ, പടച്ചോൻ വെറുക്കണ ഒരു വിഭാഗം. ആരാത്? അള്ളാഹിൻ്റെ വെറുപ്പ് ആർക്ക്? ഇവർക്കാണ്.
കാരണം അള്ള ബഹുമാനിച്ച സമയങ്ങളെ ഇവർ തെറ്റിലൂടെ കൊണ്ടുപോകും. അള്ള ബഹുമാനിച്ച നിമിഷത്തിൽ ഇവർ തെറ്റിയും. മനസ്സിലായോ? അപ്പം അള്ള ബഹുമാനിച്ച അറഫാ ദിവസത്തിൽ തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, ആ ദിവസവും തമ്മിലടിക്കാനാണ് നിങ്ങൾക്ക് നേരമെങ്കിൽ പടച്ചോന് വെറുക്കുന്ന ആളുകളായിട്ട് അവർ മാറും എന്നാണ്. മാദല്ലാ, അല്ല നമ്മളെ വെറുത്താൽ പിന്നെ നമുക്ക് എന്താ ബാക്കിയുള്ളത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അറഫയാണ് ഹജ്ജ്. അറഫയാണ് ഹജ്ജിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഘടകം എന്ന് പറയുന്നത്. അറഫ എന്നാണ് ദുൽഹജ്ജ് 9-നാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഹജ്ജാജിമാർക്ക് അറഫയിൽ നിൽക്കേണ്ടത് നാളെയാണ് അല്ലേ? അപ്പോൾ പലരും ചോദിക്കും, ഉസ്താദെ നമ്മളപ്പോൾ നോമ്പ് പിടിക്കേണ്ടത് നാളെയല്ലേ? അല്ല, മക്കത്ത് അറഫ ദിവസമല്ലേ നമ്മളും നോമ്പ് പിടിക്കേണ്ടത്? അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അറഫ നോമ്പ് എന്ന് ആ പേര് പറയാൻ കാരണം അത് അറബി ഭാഷയുടെ ഒരു ദുൽഹജ്ജ് മാസത്തിൻ്റെ ഓരോ ദിനങ്ങളെയും ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ദുൽഹജ്ജ് 8 അത് തർവിയ ദിവസമാണ്. മനസ്സിലായോ? ഇത് തർവിയ ദിവസമാണ്. അപ്പോൾ മക്കത്ത് ഇന്ന് തർവിയ ദിവസമാണ്, നമുക്ക് നാളെയാണ് തർവിയ ദിവസം. നമുക്കെന്നാണോ ദുൽഹജ്ജ് 8 അന്നാണ് തർവിയ ദിവസം. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ ദുൽഹജ്ജ് 9-ൻ്റെ പേരാണ് അറഫ ദിവസം എന്നുള്ളത്, യൗമു അറഫ എന്നുള്ളത്. അപ്പോൾ ദുൽഹജ്ജ് 9 മക്കത്തെന്നാണോ അന്ന് ഹാജിമാർ അറഫയിൽ നിൽക്കണം, ഹജ്ജില്ലാത്തവർ നോമ്പ് പിടിക്കണം. നമുക്കെന്നാണോ ദുൽഹജ്ജ് 9 അന്ന് നമ്മൾ നോമ്പ് പിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ചില ആൾക്കാർ പറയും അത് അവർ അറഫയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മളും നിൽക്കണ്ടേ. അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. കാരണം എന്താ, ലോകത്തെല്ലാവരും ഒരേ സമയം നിൽക്കാൻ പറ്റുമോ? മക്കത്ത് അറഫയിൽ ഹജ്ജാജിമാർ നിൽക്കുന്നത് പകൽ സമയത്താണ് അല്ലേ? അതേ സമയം അമേരിക്കയിൽ രാത്രിയാണ്. അപ്പോൾ കുറേ ആൾക്കാർ പറയാം, എന്നാൽ പിന്നെ നമുക്ക് രാത്രി അങ്ങ് നോമ്പ് പിടിക്കുക. അങ്ങനെ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പോൾ എല്ലാവരും ഒരേ സമയം നിൽക്കണം, ഒരേ സമയം നോമ്പ് പിടിക്കണം, അവർക്ക് അനുകൂലമായിട്ട് നമ്മൾ അവരെ പിന്തുണച്ചുകൊണ്ട് നോമ്പ് പിടിക്കണം. അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. അവർക്കെന്നാണ് ദുൽഹജ്ജ് 9 അവരവിടെ നിൽക്കട്ടെ. നമുക്കെന്നാണ് ദുൽഹജ്ജ് 9 നമ്മളന്ന് നോമ്പ് പിടിക്കുക. ഇല്ലേ? നമുക്കറിയാം അറഫയുടെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി, അല്ലെങ്കിൽ ദുൽഹജ്ജ് 9-ൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. അക്കൂട്ടത്തിൽ നമുക്ക് ഫർലായ ഖളാ ആയിപ്പോയ നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പ് പിടിക്കാം. രണ്ടിലൊന്ന് ഏതെങ്കിലും ഒരു നോമ്പ് നമുക്ക് പിടിക്കാവുന്നതാണ്. അങ്ങനെ ഈ നോമ്പിൻ്റെ നെയ്യത്തൊക്കെ വെച്ച് അറഫാ ദിവസത്തെ നോമ്പ് പിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വരുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞ ഒരു വർഷത്തെയും പാപങ്ങൾ മുഴുവൻ അള്ള പുറത്തു കൊടുക്കും. അപ്പോൾ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ ഇമാമിങ്ങൾ പറയാം അത് നമുക്ക് ദീർഘായുസ് കിട്ടുമെന്നതിൻ്റെ തെളിവാണ്. നമ്മൾ പാപം പൊറുക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കണ്ടേ. അപ്പോൾ അതിന് ഒരു വ്യാഖ്യാനം ദീർഘായുസിന് സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ നോമ്പായിരിക്കണം. അതായത് നോമ്പ് പിടിച്ചിട്ട് കണ്ടോൻ്റെ കുറ്റം പറയാനും ഹറാമിലേക്ക് നോക്കാനും ഹറാമ് കേൾക്കാനും പോയാൽ ഇതൊന്നും കിട്ടൂല. മനസ്സിലായോ? അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് പിടിക്കുക. നമ്മുടെ ചെവിയും നമ്മുടെ കണ്ണും നമ്മുടെ വായും ഒക്കെ നോമ്പ് പിടിക്കണം. എല്ലാം ദിക്റുള്ളയിലായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ദിക്ർ നമ്മൾ പഠിച്ചു. സ്വർഗത്തിലെ തോട്ടാണത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇല്ലേ? സ്വർഗത്തിൽ തോട്ടം ലഭിക്കാൻ ഈ ദിക്ർ ധാരാളം ഈ 10 ചൊല്ലേണ്ടതാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം. പിന്നെ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുക. അങ്ങനെ നന്മകൾ അധികരിപ്പിക്കുക. അക്കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്കൊരു സ്വലാത്ത് പഠിപ്പിച്ചു തരാം. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഈ സ്വലാത്തിൻ്റെ പേര് തന്നെ സ്വലാത്തുൽ ഗിന എന്നാണ്. ഐശ്വര്യത്തിൻ്റെ സ്വലാത്ത്, നിങ്ങൾക്കെല്ലാം മതിയാക്കി തരുന്ന സ്വലാത്ത്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര്. ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം കിട്ടും, ദാരിദ്ര്യത്തിൽ നിന്ന് ഉറപ്പായിട്ടും മോചനം കിട്ടും, നിങ്ങൾ അതിസമ്പന്നരാകും. ഈ സ്വലാത്ത് നിങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകളും കേട്ടിട്ടുണ്ടാവില്ല. ഏതായാലും ഈ സ്വലാത്തിൻ്റെ മഹത്വം നമുക്കൊന്ന് പഠിക്കാം. ഒന്ന്, മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതീക്ഷകൾ അറ്റുപോകും. എന്ന് പറഞ്ഞാൽ ഞാനൊരു പടപ്പിനെ ആശ്രയിക്കേണ്ടി വരില്ല. എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് ഈ സ്വലാത്ത് ചൊല്ലുന്നവരെത്തും. അവൻ്റെ കാര്യം പടച്ചോൻ ഏറ്റെടുക്കുകയും ചെയ്യും. മനസ്സിലായോ? എനിക്കിനി പടച്ചോനെ ആ മുതലാളി തന്നില്ലെങ്കിൽ ഞാൻ ഇടങ്ങേറാവൂല, അങ്ങനെ നീ ടെൻഷൻ അടിക്കൂല. നീ അള്ളാഹുവിലേക്ക് അത് വിട്ടുകൊടുക്കും. ഏറ്റവും വലിയ മുതലാളിയായ റബ്ബ്, ആ റബ്ബ് നിൻ്റെ മുതലാളിയുടെ ഉള്ളിൽ തോന്നിപ്പിച്ചിട്ട് നിനക്ക് പൈസ അരിപ്പിക്കും. മനസ്സിലായോ? രണ്ടാമത്തെ പ്രത്യേകത എന്താ? കടം കൊണ്ട് വലയുന്നവർ, എത്ര വലിയ കടമാണെങ്കിലും എല്ലാ ഖജനാവിൻ്റെയും താക്കോൽ റബ്ബിൻ്റെ കയ്യിലല്ലേ? ഏറ്റവും വലിയ ഖജനാവിൻ്റെ ഉടമ റബ്ബല്ലേ? ആ റബ്ബ് നിൻ്റെ കടം വീട്ടിത്തരും. മൂന്നാമത്തേത്, നിങ്ങളുടെ അഭിമാനത്തിനെയും അന്തസ്സിനെയും അള്ള സംരക്ഷിക്കും. കടക്കണിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. കടം കൊണ്ട് വരഞ്ഞിട്ട് വീട്ടിൽ കയറി വന്നിട്ട് ആൾക്കാർ ഒച്ചപ്പാടും ബഹളാണ്. നാണം കെട്ടിട്ട് തല ഉയർത്തി നടക്കാൻ പറ്റണില്ല. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കടം തന്ന ആളുകൾ പരിഹസിക്കാൻ. അങ്ങനത്തെ ഒരവസ്ഥ ഈ സ്വലാത്ത് ചൊല്ലുന്നവനുണ്ടാവില്ല. അള്ളാഹു സംരക്ഷണം തരും. നിൻ്റെ കടം വീട്ടാനും നിൻ്റെ അന്തസ്സ് സംരക്ഷിക്കാനും അള്ളാഹു മുൻകൈയെടുക്കും ഈ സ്വലാത്ത് ചൊല്ലിയാൽ. നാലാമത്തെ, നിങ്ങളുടെ കച്ചവടം അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലൊക്കെ വല്ലാത്തൊരു ബർക്കത്ത് പടച്ചോൻ തരും, വല്ലാത്തൊരു ഐശ്വര്യം.
ഇതുവരെ കിട്ടാത്തൊരു ബറക്കത്ത് ഈ സ്വലാത്ത് പതിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ അഞ്ചാമത്തെ ഒരു പ്രത്യേകത, കൽബിലെ ദാരിദ്ര്യം മാറും. കൽബിലെ ദാരിദ്ര്യം എന്താ? അതാണ് ടെൻഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ടെൻഷനാണ്. എന്ത് ചെയ്യും, അത് നടക്കുമോ, വീട് പണി തുടങ്ങി നടക്കുമോ, സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത് നടക്കുമോ. ഈ സംഗതി മാറിയിട്ട് പടച്ചോനങ്ങോട്ട് വിട്ടുകൊടുക്കുക. അള്ളാഹുവേ, ഹൈറാണെങ്കിൽ നീ നടത്തണം. പടച്ചോൻ നടത്തിയാൽ അത് ഹൈർ, നടത്തിയില്ലെങ്കിലും ഹൈർ, എന്താണെങ്കിലും ഹാപ്പി ആയിരിക്കുക. കൽബിലെ ദാരിദ്ര്യം, നമ്മൾ പറഞ്ഞു ഹാപ്പിനെസ് ഈസ് നോട്ട് പ്ലഷർ, ഹാപ്പിനെസ് ഈസ് പീസ്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് കിട്ടലൊന്നുമല്ല, സമാധാനം കിട്ടലാണ്. അപ്പം മനസ്സ് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കാൻ ഈ സ്വലാത്ത് കാരണമാകും. ആറാമത്തേത്, അടിയന്തരമായൊരു ഘട്ടം. നിങ്ങൾ പെട്ടുപോകും. നിങ്ങൾക്കൊരു വലിയ സാമ്പത്തികമായ ബാധ്യത വന്നു ചേരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ഒരു പ്രശ്നം, കടക്കണിയിൽ പെട്ട് നിൽക്കുകയാണ്. ഇന്നാലിൻ്റെ ദിവസം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പെടും. ആ പെടും എന്നുള്ള ബോധ്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ സ്വലാത്ത് ചൊല്ലിക്കോ. അള്ളാഹ് നിങ്ങളുടെ കടം വീട്ടിത്തരും, അള്ളാഹ് നിങ്ങളുടെ പ്രയാസം നീക്കിത്തരുമെന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പഠിപ്പിക്കുന്ന സ്വലാത്താണ്. അപ്പോൾ ദിവസം ഇത് 41 തവണയാണ് അതിൻ്റെ കണക്ക്. 41 തവണയാണ് ഇതിൻ്റെ കണക്ക്, മനസ്സിലായോ? എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് 10 മഗ്രിബിന് ശേഷവും സുബഹിക്ക് ശേഷവും നമ്മൾ ചൊല്ലാതെ പോകരുത്. ഏതായാലും ആ സ്വലാത്ത് നമുക്കൊന്ന് പഠിക്കാം. ശ്രദ്ധിച്ചു നോക്കിയേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുഗ്നീനാ ബിഹാ അമ്മൻ സിവാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. എന്താണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുഗ്നീനാ ബിഹാ അമ്മൻ സിവാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഒന്നുകൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുഗ്നീനാ ബിഹാ അമ്മൻ സിവാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവായ മുത്തുനബിയുടെ മേൽ നീ സ്വലാത്ത് ചെയ്യണേ. പടച്ചോൻ, എന്താ സ്വലാത്തിൻ്റെ പ്രത്യേകത? സ്വലാത്തൻ തുഗ്നീന ബിഹാ അമ്മൻ സിവാ. ആ സ്വലാത്ത് കാരണം നീ ഒഴികെയുള്ള മറ്റൊരാളിലേക്കും ആശ്രയിക്കാത്തവണ്ണം ഞങ്ങളെ നീ സമ്പന്നരാക്കണേ. അങ്ങനെ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ? നിന്നോടല്ലാതെ മറ്റൊരുത്തൻ്റെ മുമ്പിലും കൈ നീട്ടേണ്ടാത്തവണ്ണം ഞങ്ങൾക്ക് നീ സമ്പന്നത തരണേ അല്ലാഹ് വഅലാലിഹി വസഹ്ബിഹി വസല്ലിം. പടച്ചോനെ, മുത്തുനബിയുടെ കുടുംബത്തിൻ്റെ മേലിൽ, സ്വഹാബത്തിൻ്റെ മേലിൽ നീ സ്വലാത്ത് ചെയ്യണേ. മനസ്സിലായോ? അപ്പം അത്ര വലിയ മഹത്വം നിറഞ്ഞ സ്വലാത്താണ് ഈ സ്വലാത്ത്. ഒരു 10 തവണയെങ്കിലും അറഫയുടെ രാവും പകലും നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല. അതിസമ്പന്നരായി അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുമെന്ന് പഠിപ്പിക്കുന്നതാരാണ്? അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളാണ്. അപ്പോൾ എല്ലാവരും ചൊല്ലൂലേ? അപ്പോൾ ഒരിക്കലും ഒഴിവാക്കരുത്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോൾ ഒരുപാട് ദിക്റുകളും ദുആകളൊക്കെ ഉണ്ട്. ഒരുപാടൊന്നും ചൊല്ലിയില്ലെങ്കിലും കുറച്ചൊക്കെ എല്ലാം. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് 33 തവണ ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ആ ദിക്ർ ഒരു 10 തവണ ചൊല്ലുക, ഈ സ്വലാത്ത് ഒരു 10 തവണ ചൊല്ലുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സ് അള്ളാഹുവിലേക്ക് അർപ്പിച്ചിട്ട് റാഹത്തായിട്ടൊന്ന് ചൊല്ലി നോക്കിയേ. നിങ്ങളുടെ കയ്യിലിരിക്കും ഈ ദിവസവും രാവും ഒക്കെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് തർവിയാരാവാണ്. ആ ബോധ്യത്തിൽ എന്ത് ചെയ്യാം? കൃത്യം 7:15 തന്നെ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇന്ന് അറഫാരാവുകയാണ്. അപ്പോൾ അവരും കൂടെ നമ്മുടെ ആ മജ്ലിസിൽ ഇരിക്കുമ്പോൾ അൽഹംദുലില്ലാ നമുക്കങ്ങോട്ട് മജ്ലിസ് കളറാക്കണം, ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി മാറ്റണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഒരാൾ സഹായവും കൊണ്ട് വന്നിരുന്നു. ആരാണത്? സയ്യിദുനാ ജിബ്രീൽ. എന്തെങ്കിലും സഹായം വേണോ ഇബ്രാഹിം? ഒന്നും വേണ്ട, ഇത് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ഒരു ഇടപാടാണ്. അല്ല, അങ്ങനെയല്ലേ? വാപ്പായും ഉമ്മായും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പിള്ളേർ ചോദിക്കാം, എന്താ വാപ്പി? ഇത് ഉമ്മയും വാപ്പിയും തമ്മിലുള്ളൊരു പ്രശ്നമാണ്, മക്കൾ ഇതിൽ ഇടപെടണ്ട. അതൊരു സ്നേഹത്തിൻ്റെ തീവ്രതയാണ് അല്ലേ? സയ്യിദുനാ ജിബ്രീൽ എന്ന ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സിമ്പിളായൊരു ചോദ്യം. ബലിപെരുന്നാൾ ദിവസം പ്രഭാത ഭക്ഷണം, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ സുന്നത്ത് എപ്പോഴാണ്? പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാണോ ശേഷമാണോ? കമൻറ്റ് ചെയ്യൂലേ? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ആ പാവപ്പെട്ട ഉസ്താദിന് ആരും മറക്കരുത് കേട്ടോ. കഴിയുന്നത് പോലെയൊക്കെ ഹദിയ ചെയ്യുക. ചിലപ്പോൾ അയച്ചിട്ട് വരുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആ QR കോഡൊക്കെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക, മനസ്സറിഞ്ഞ് ഹദിയ ചെയ്യുക. അള്ളാഹു നമ്മൾ പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് ഹദിയ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം പടച്ചോൻ ഏറ്റെടുക്കൂലേ? പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി
عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. പടച്ചോനെ, അറഫ രാവിൻ്റെയും പകലിൻ്റെയും തർവിയ രാവിൻ്റെയും പകലിൻ്റെയും ഈ പരിശുദ്ധമായ ദുൽഹജ്ജിൽ ആദ്യ 10 മുഴുവൻ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് പരിശുദ്ധ ഭൂമിയിലേക്ക് ഹജ്ജിന് പോയ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, ചെറിയ കുഞ്ഞു മക്കളടക്കമുണ്ട്. പടച്ചോൻ, എല്ലാവരുടെയും ഹജ്ജ് നീ സ്വീകരിക്കണേ അല്ലാ. അമാലുകളെല്ലാം പൂർത്തീകരിച്ച് ഭംഗിയായി ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഒരുപാട് അസുഖബാധിതർ ഞങ്ങളിലുണ്ട്, പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. പടച്ചോനെ, ഹൈറായ അഡ്മിഷൻ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങളിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, എല്ലാം നീക്കണേ അല്ലാ. പടച്ചോനെ, സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഹൈറായ ഭവനം നൽകണേ അല്ലാ. ഹൈറായ ഭവനം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഉള്ള വീട്ടിൽ സമാധാനം നൽകണേ അല്ലാ. പടച്ചോനെ, വീടില്ലാത്തവർക്ക് ഹൈറായ വീട് എത്രയും പെട്ടെന്ന് നിർമ്മിക്കാനും അതിൽ താമസിക്കാനും തൗഫീക്ക് നൽകണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാമുണ്ടോ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ. ഞങ്ങൾ ആരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.